ഈ ചെല്ലാനം എൻ്റെ സഹോദരങ്ങളെന്ന് തന്നെ ഞാൻ പറയും. ഞാൻ ഇവിടം വിട്ട് പോയെങ്കിലും എനിക്ക് ഇവിടെ ഇപ്പോഴും ഒത്തിരി ജോലികൾ ബോംബെയിലുണ്ട്. പക്ഷെ എന്നാലും എനിക്കൊരാഗ്രഹം, പിള്ളേരൊക്കെ അവർ ചെയ്തുകൊണ്ട് ഞാനിഞ്ഞ് കുറച്ച് നാൾ എൻ്റെ സഹോദരങ്ങളുമായിട്ടൊക്കെ സംഘടിച്ച് ഇവിടെ ചെല്ലാനം ദേശത്ത് കൂടണം. വേറെ എനിക്കൊരു വിഷനുണ്ട്, അതിപ്പോൾ നിങ്ങളോട് പ്രഖ്യാപിക്കാൻ പോവുക. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പിക്നിക് സെൻ്ററാണ് കാനാൻ ദേശം. അത് കഴിഞ്ഞിട്ടേ ഉള്ളു. അവിടെ മരുഭൂമിയായിരുന്നു. നമ്മുടെ പത്രോസിലിയുടെ സ്ഥലമാണ്. യേശു അങ്ങോട്ടാണ് പോയത്. അപ്പൊ യേശുയുടെ കാനാൻ ദേശം മരുഭൂമിയായിരുന്നു. യഹൂദര് അവിടെ ഇപ്പൊ കണ്ടാൽ പാനും തേലും ഒഴുകുന്ന ഒരു ദേശമായിട്ടാണ് പറയുന്നത് കാനാൻ ദേശം. എനിക്കൊരു വിഷൻ എന്താന്ന് വെച്ചാൽ ചെല്ലാനം ദേശം അതുപോലെ ഒരു പാനും തേലും ഒഴുകുന്ന ദേശമാക്കി മാറ്റണം. ഇതിന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പിടിക്കണം. ഞാൻ മാത്രം പറയല്ലോ, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അത് പരിശ്രമിക്കുമ്പോ ഈ ചെല്ലാനം ദേശത്ത് വേറെ ഇന്ത്യയിൽ വേറൊരു ദേശം ഉണ്ടാകാൻ പാടില്ല. ഓൾ ഓവർ വേൾഡിൽ നിന്ന് വരുന്നവര് ഇവിടെ വന്ന് നമ്മളെ ഒരു മാതൃക അതിന് നമ്മളിവിടെ ഒരു തേനും പാലും ഒഴുകുന്ന ഒരു ചെല്ലാനം ദേശം, കാനാൻ ദേശത്തോട് ഞാൻ ഉപമിക്കേണ്ടി. കാനാൻ ദേശം ആണ്, അവിടെയാണ് ദൈവം എല്ലാം. പത്രോസിലെ എല്ലാവരും യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം കാനാൻ ദേശത്തുകാരാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ചെല്ലാനം ദേശം കാനാൻ ദേശമാക്കി മാറ്റം.